ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ എറണാകുളത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഈ ജാഥയിൽ കൂടി LDF മുന്നോട്ട് വെച്ചിരിക്കുന്ന മുദ്രാവാക്യം വിവിധ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കാൻ യാത്രയിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനം നിഷേധാത്മകമാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ സംരക്ഷണം എന്നത് അത് ഉറപ്പുവരുത്താനുള്ള ഇടപെടൽ ആവശ്യമാണ്. സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ സഹായകമായൊരു നിലപാടല്ല കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് റെയിൽവേ സോൺ ആന്ധ്രക്ക് ഇന്നലെ അനുവദിച്ചപ്പോൾ കേരളത്തെ ഇത്തവണയും റെയിൽവേ സോൺ നൽകാതെ അവഗണിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിന് സഹായകമായൊരു നിലപാടല്ല കേരളത്തോട് കേന്ദ്രം സ്വീകരിക്കുന്ന സമീപനം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ റെയിൽവേ ലൈനുകളുടെ കാര്യത്തിലും കേന്ദ്ര ഗവൺമെൻറ് നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത്. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ വർഷം ഹരിയാനയ്ക്ക് കൊടുത്തു. കേരളത്തിന് നേരത്തെ തന്നെ വാഗ്ദാനമുള്ളതാണ് 2 വർഷം മുമ്പ് തന്നെ ഇനി എയിംസ് അനുവദിക്കുമ്പോൾ കേരളത്തിന് നൽകാമെന്ന്. ആ വാഗ്ദാനവും ലംഘിച്ചു. കഞ്ചിക്കോട്ട് കോച്ച് ഫാക്ടറി അതിൽ ഈ വർഷത്തെ ബഡ്ജറ്റിൽ 1000 ഉറുപ്പിക മാത്രമാണ് നീക്കിവെച്ചിട്ടുള്ളത്. അതും യാഥാർത്ഥ്യമാവുകയില്ല എന്നതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ഇങ്ങനെ റെയിൽവേ രംഗത്ത് പൂർണ്ണമായ അവഗണന. ഇതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ വ്യോമയാന ഗതാഗത മേഖലയിൽ സ്വകാര്യവൽക്കരണം അടിച്ചേൽപ്പിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്. സംസ്ഥാനത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളത് പ്രധാനമായും തിരുവനന്തപുരം വിമാനത്താവളമാണ്. ആ വിമാനത്താവളം അദാനി ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അദാനി ഗ്രൂപ്പിന് തിരുവനന്തപുരം വിമാനത്താവളം ഏൽപ്പിക്കുന്നത് അത് കൈമാറി വലിയ തോതിലുള്ള കമ്മീഷൻ കൈപ്പറ്റുക എന്ന ഉദ്ദേശം മാത്രമാണ്. 6 വിമാനത്താവളങ്ങൾ ഏൽപ്പിക്കുന്നതിൽ 6 വിമാനത്താവളങ്ങളും അതിൽ 5 എണ്ണം ആണിപ്പോൾ ലേല നടപടികൾ പൂർത്തീകരിച്ചത്. അതിൽ 5 എണ്ണവും അദാനിക്ക് എങ്ങനെ ലഭിച്ചു? ഒരേ ആൾക്ക് തന്നെ 5 വിമാനത്താവളങ്ങളും കിട്ടുന്ന നില എന്തുകൊണ്ടുണ്ടായി? ഇത് അദാനി ഗ്രൂപ്പും നരേന്ദ്രമോദിയും കൂടി നടത്തിയ ഒത്തുകളിയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ വിമാനത്താവളങ്ങളെല്ലാം അദാനി ഗ്രൂപ്പിന് കിട്ടുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആദ്യം മുതലേ അത് സ്വകാര്യ മേഖലയ്ക്ക് നൽകുകയാണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്താം എന്ന് മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചതാണ്. പക്ഷെ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നിലപാട് ലേലം ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ച കാര്യം, ലേലം നടക്കുകയാണെങ്കിൽ ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക കോട്ട് ചെയ്യുന്നത് എത്രയാണോ ആ തുക സംസ്ഥാന ഗവൺമെൻറ് നൽകാം എന്ന നിർദ്ദേശം കേരളം മുന്നോട്ട് വെച്ചതാണ്. അതിൽ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നിലപാട്, അങ്ങനെ ഏറ്റവും ഉയർന്ന ലേലത്തിൽ ഏതാണെന്ന് നോക്കി നിങ്ങൾ ലേലത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ 10% വ്യത്യാസമാണെങ്കിൽ നിങ്ങൾക്ക് തരാം എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ ഒരു സ്വകാര്യ സ്ഥാപനം പോലെയാണ് കേന്ദ്ര ഗവൺമെൻറ് കാണുന്നത് എന്നീ നിലപാടിൽ കൂടി തന്നെ വ്യക്തമാണ്. ഇന്നിപ്പോൾ അദാനിക്ക്
അത് ഏൽപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞു. പക്ഷേ സംസ്ഥാനം ഇതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിന്തുണയില്ലാതെ ഒരു വിമാനത്താവളം കേരളത്തിൽ നടത്തിക്കളയാം എന്ന് അദാനി കരുതരുത്. ആകാശത്തു കൂടി അദാനിയുടെ വിമാനത്തിന് പറക്കാം, പക്ഷേ പുറത്ത് നിലത്തിറങ്ങണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായം വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് ആവശ്യമായി വരും. ഭൂമി ഏറ്റെടുക്കൽ സംസ്ഥാന ഗവൺമെൻറ് സഹായമില്ലാതെ ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കും. അദാനി ഗ്രൂപ്പ് തന്നെ സ്വയം ഇതിൽ നിന്ന് പിന്മാറുകയാണ് വേണ്ടത്. അദാനിക്ക് വിഴിഞ്ഞം ഹാർബർ അദാനിയെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. ആ പദ്ധതിക്ക് ഇപ്പോൾ എല്ലാവരും സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. കടല് അദാനിയുടെ കൈവശമായി, ഇനി ആകാശവും അദാനിയുടെ കൈവശമാകാൻ പോവുകയാണ്. ഇത് വലിയ തോതിലുള്ള കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ കേരളത്തിൽ കോർപ്പറേറ്റ് വൽക്കരണം ശക്തിപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറാനുള്ള തീരുമാനം. തിരുവനന്തപുരത്ത് ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ വലിയ തോതിൽ പ്രതിഷേധം അവിടെ തിരുവനന്തപുരത്ത് നടന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു എല്ലാ വീടുകളിലും കയറിക്കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടി തിരുവനന്തപുരം ജില്ലയിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രാദേശികമായുള്ള പദയാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഈ തീരുമാനത്തിനെതിരെ, കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾക്കെതിരെ അണിനിരത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം ഇതിനെതിരായിട്ട് ഉയർന്നു വരും. ഇത് കണക്കിലെടുത്ത് അദാനി തന്നെ വിഴിഞ്ഞം ഹാർബർ അദ്ദേഹം നടക്കുന്ന സാഹചര്യത്തിൽ ഈ പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് ഏൽപ്പിക്കാൻ അദാനി തന്നെ സ്വയം പിന്മാറുക എന്നതായിരിക്കണം ഇതിൽ സ്വീകരിക്കേണ്ട നടപടിക്രമം. നിയമപരമായി സാധ്യമാകുന്ന വിധത്തിലെല്ലാം ഇതിനെ ചോദ്യം ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാണ്. കേന്ദ്ര ഗവൺമെൻറ് നയത്തിൻ്റെ ഭാഗമാണ് ഈ അന്താരാഷ്ട്ര വിമാനത്താവളം സ്വകാര്യ വ്യക്തി ഏൽപ്പിക്കുന്നത്. ഇതേ നിലയിൽ തന്നെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളും കേരളത്തിൽ വിൽപ്പനയ്ക്ക് വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്നതിൽ കൊച്ചിൻ ഷിപ്പ്യാർഡും FACTയും ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞു. തിരുവനന്തപുരത്തുള്ള ഹിന്ദുസ്ഥാൻ ലാക്ടെക്സ് അതും സ്വകാര്യ മേഖല കൈമാറാൻ തീരുമാനമായി കഴിഞ്ഞിരിക്കുകയാണ്. കോട്ടയത്തുള്ള ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റും സ്വകാര്യ മേഖലക്ക് കൊടുക്കുകയാണ്. കൊരട്ടിയിലുള്ള കേന്ദ്ര ഗവൺമെൻറ് പ്രസ്സും സ്വകാര്യ മേഖലക്ക് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ് ഏൽപ്പിക്കാൻ ഇതിൽ ഏതെങ്കിലും സ്ഥാപനം തയ്യാറാണെങ്കിൽ സംസ്ഥാനം ഏറ്റെടുക്കാം എന്ന നിലപാട് കേന്ദ്രം ത്തോട് സംസ്ഥാനം അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ പ്രധാനമായി വന്നത് കോട്ടയത്തുള്ള ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിൻ്റെ കാര്യമാണ്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു. അതിലും കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിങ്ങൾ ലേലം നടത്തുമ്പോൾ അതിൽ പങ്കെടുത്തുകൊള്ളൂ എന്ന നിലപാടാണ് ആ പ്രശ്നത്തിലും സ്വീകരിച്ചതായിട്ട് കാണുന്നത്. പാലക്കാട്ടെ VML അതിപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 3 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കാൻ ഇപ്പോൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ കേന്ദ്രം സ്വകാര്യവൽക്കരണവുമായി പോകുമ്പോൾ, BJP സ്വകാര്യവൽക്കരണ പാതയിലേക്ക് പോകുമ്പോൾ, കോർപ്പറേറ്റ് വൽക്കരണവുമായി പോകുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പൊതുമേഖല ശക്തിപ്പെടുത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഇത് 2 ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. കഴിഞ്ഞ ദിവസം ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു ആക്ഷേപം ഉന്നയിച്ചതായിട്ട് കാണും തിരുവനന്തപുരം വിമാനത്താവളത്തെ സംബന്ധിച്ച്. അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയാകുന്ന കാലത്താണ് ഡൽഹി വിമാനത്താവളവും മുംബൈ വിമാനത്താവളവും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപേക്ഷിച്ച് സ്വകാര്യ മേഖലയെ ഏൽപ്പിച്ചത്.
അന്നതിന് പൂർണ്ണമായ പിന്തുണ കൊടുത്തതാണ് കോൺഗ്രസ്. ഇപ്പോൾ ഈ നിലപാട് സ്വീകരിക്കുന്നതിനെതിരെ കോൺഗ്രസ് ചില പ്രതികരണങ്ങൾ നടത്തിയതായിട്ട് കാണുന്നുണ്ട്. ഇത് സ്വകാര്യ മേഖല കൊടുക്കുന്നതിനെ എതിർക്കാൻ കോൺഗ്രസ് തയ്യാറാണെങ്കിൽ കോൺഗ്രസുമായി യോജിച്ച് സംയുക്ത പ്രക്ഷോഭണത്തിന് ഇടതുപക്ഷ മുന്നണി തയ്യാറാണ്. തിരുവനന്തപുരം വിമാനത്താവളം പൊതുമേഖലയിൽ നിലനിർത്താൻ UDF-മായി യോജിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായി സഹകരിച്ച് തിരുവനന്തപുരം വിമാനത്താവളം പൊതുമേഖലയിൽ നിർത്താൻ BJP ഉൾപ്പെടെയുള്ള കേരളത്തിലെ കക്ഷികൾ മുന്നോട്ട് വരണം. അങ്ങനെ സർവകക്ഷി എന്നുള്ള നിലയിൽ തന്നെ ഒരു പ്രക്ഷോഭണം നടത്തി തിരുവനന്തപുരം വിമാനത്താവളം പൊതുമേഖലയിൽ നിലനിർത്തുന്നതിനുള്ള ഇടപെടൽ നടത്താൻ എല്ലാവരും മുന്നോട്ട് വരണം. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവരുമായിട്ടൊക്കെ സഹകരിക്കാൻ തയ്യാറാണ്. കോൺഗ്രസുമായും UDF-മായും എല്ലാ കക്ഷികളുമായും സഹകരിച്ച് ഇത് പൊതുമേഖല നിർത്തുക എന്നതിനാണ് ഇടതുപക്ഷം പ്രാമുഖ്യം കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരള സംരക്ഷണം എന്ന മുദ്രാവാക്യം ഇടതുപക്ഷം മുന്നോട്ട് വെച്ചതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. കോർപ്പറേറ്റ് വൽക്കരണത്തിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തണം. ഇതോടൊപ്പം തന്നെ വർഗീയ ശക്തികളുടെ ആപത്ത് വർദ്ധിച്ചു വരികയാണ്. മതനിരപേക്ഷ അടിത്തറ ശക്തമായിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഈ അടിത്തറ തകർക്കാനാണ് വർഗീയ ശക്തികൾ ശ്രമിക്കുന്നത്. ഇവരിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണം. ഈ പശ്ചാത്തലത്തിലാണ് കേരള സംരക്ഷണം എന്ന മുദ്രാവാക്യം ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത്. അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഓരോ സംഭവങ്ങളും വ്യക്തമാക്കുന്നത്. സഹകരണ ബാങ്കുകൾ കേരളത്തിൽ വളരെ ശക്തമാണ്. എന്നാൽ കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് മേഖലയെ തകർക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രിതമായി ഇടപെടുകയാണ്. ഇപ്പോൾ സഹകരണ ബാങ്കുകൾ ബാങ്ക് എന്ന പേര് വെച്ച് ഇടപാട് നടത്തുന്നു എന്ന് പറഞ്ഞ് എല്ലാ സഹകരണ ബാങ്കുകൾക്കും ഇൻകം ടാക്സിൻ്റെ വക നോട്ടീസ് അയച്ചിരിക്കുകയാണ്. വലിയ തോതിൽ ടാക്സ് അടക്കണം എന്ന് സഹകരണ ബാങ്കുകൾക്ക് നോട്ടീസ് വന്നിരിക്കുകയാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിച്ച് കേരളത്തിലെ സഹകരണ ബാങ്കുകളെ തകർക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഇത് നോട്ട് നിരോധനത്തിൻ്റെ കാലത്ത് ഇത്തരമൊരു ശ്രമം ഉണ്ടായിരുന്നു. അന്ന് കേരള ഗവൺമെൻറ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. അന്ന് കേരളത്തിലെ സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള നീക്കം വിജയിച്ചില്ല. ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിച്ച് നടത്തുന്ന ഇടപെടൽ സഹകരണ ബാങ്കുകളെ വലിയ തകർച്ചക്കിടയാകും. ഇത്തരം ബാങ്കുകൾ പ്രവർത്തിക്കുന്നതിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് സഹകരണ ബാങ്ക്. അത് ഇൻകം ടാക്സ് കൊടുക്കണം ഓരോന്നിനും എന്ന നിലപാട് സ്വീകരിച്ചാൽ പൊതു നന്മ പ്രവർത്തനം സഹകരണ ബാങ്കുകൾക്ക് പൂർണ്ണമായി നിർത്തേണ്ടതായിട്ട് വരും. അത് ഭാവിയിൽ സഹകരണ ബാങ്കുകൾ തകരുന്ന സ്ഥിതിയായിരിക്കും വരിക. ഈ നീക്കത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിൻവാങ്ങണം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിച്ച് സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള നീക്കം അത് സഹകരണ ബാങ്കുകൾ തന്നെ കേരളത്തിൽ തകർച്ചയിലേക്ക് എത്തി. ഈ തീരുമാനം റദ്ദാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കാറുള്ളത്. ഇന്നത്തെ മാധ്യമങ്ങളിൽ വന്ന ഒരു പ്രശ്നം കണ്ടത് ചർച്ച ആക്ട് കൊണ്ടുവരാൻ പോകുന്നു ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രചരണം കുറച്ചായി തുടങ്ങി. ബില്ലായി എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സഭാ കൗൺസിൽ യോഗം ചേർന്ന് പ്രമേയം പാസാക്കി ബില്ല് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനൊരു ബില്ലേ ഇല്ല. അങ്ങനൊരു നിയമം കൊണ്ടുവരാൻ കേരള ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അങ്ങനൊരു നിയമം കൊണ്ടുവരുന്നതിന് അനുകൂലമല്ല. ഇന്ന് രാജ്യത്ത് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളുണ്ട്, സഭാ നിയമങ്ങളുമുണ്ട്. അതിനു പുറമെ ഇനി മറ്റൊരു നിയമത്തിൻ്റെ ആവശ്യമില്ല. ഈ കാര്യം മുഖ്യമന്ത്രി തന്നെ
പരസ്യമായി വ്യക്തമാക്കിയതാണ്. എന്നിട്ടും ബില്ല് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണ കോലാഹലം സംഘടിപ്പിക്കാൻ ചിലർ രംഗത്തിറങ്ങിയിരിക്കുക. കേരളത്തിൽ നിയമപരിഷ്കാര കമ്മീഷൻ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ ജസ്റ്റിസ് കെ.ടി. തോമസാണ്. ജസ്റ്റിസ് കെ.ടി. തോമസ് അദ്ദേഹത്തിന് ഒരു നിവേദനം ലഭിച്ചു. സഭാ സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള തർക്കത്തിൻ്റെ പേരിൽ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരണം എന്ന് അദ്ദേഹത്തിനൊരു നിവേദനം കിട്ടി. കമ്മീഷന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ അത് വെബ്സൈറ്റിലിട്ടു, കമ്മീഷന്റെ വെബ്സൈറ്റിലിട്ടു. ഇത് സംബന്ധിച്ച് ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് അദ്ദേഹം വെബ്സൈറ്റിൽ ആവശ്യപ്പെട്ടു. കമ്മീഷൻ തന്നെ യോഗം ചേർന്ന് അത്തരമൊരു തീരുമാനം എടുത്തതല്ല. അദ്ദേഹം തന്നെ ഇത് സംബന്ധിച്ച് വിവാദം വന്നപ്പോൾ വ്യക്തമാക്കി ജസ്റ്റിസ് കെ.ടി. തോമസ്, സർക്കാർ ഇങ്ങനെ ഒരു നിർദ്ദേശവും ഞങ്ങൾക്ക് തന്നിട്ടില്ല, സർക്കാരിന് ഇങ്ങനെ ഒരു തീരുമാനമില്ല, ഇത് ഞങ്ങൾക്ക് ലഭിച്ച നിവേദനത്തിൻ്റെ മേൽ അഭിപ്രായം അറിയാൻ വേണ്ടി വെബ്സൈറ്റിൽ കൊടുത്തതാണ്. അങ്ങനെ ഒരു ബില്ലും കമ്മീഷൻ തയ്യാറാക്കിയിട്ടില്ല. അഭിപ്രായ സമന്വയമില്ലാത്ത ഒരു പുതിയ നിയമനിർമ്മാണവും ക്രൈസ്തവ മേഖലയിൽ കൊണ്ടുവരില്ല. ഒരു മേഖലയിലും അത്തരം ഒരു പുതിയ നിയമനിർമ്മാണം ഉദ്ദേശിക്കുന്നില്ല എന്ന് ജസ്റ്റിസ് കെ.ടി. തോമസ് തന്നെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി. ഇങ്ങനൊരു പ്രശ്നം നേരത്തെ ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ നിയമപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരുന്ന കാലത്തും ഇത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് വി.എസ്. ഗവൺമെൻറ്റുള്ള കാലത്താണ് ആ നിർദ്ദേശം വന്നത്. അങ്ങനെ ആ നിർദ്ദേശം വന്ന് പൂർണ്ണമായി LDF തള്ളിക്കളഞ്ഞതാണ്. ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെയും LDF തള്ളിക്കളഞ്ഞതാണ്. ഇന്നിപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പോലും ഇത് എത്തിയിട്ടില്ല. ഒരു നിവേദനം സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം കേൾക്കുക മാത്രമാണ് കമ്മീഷൻ ചെയ്തത്. ഗവൺമെൻറ്റാണ് ബില്ല് കൊണ്ടുവരേണ്ടത്, കമ്മീഷന് ബില്ല് കൊണ്ടുവരാൻ കഴിയില്ല. അത് നിയമനിർമ്മാണ പ്രക്രിയയിൽ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് ബന്ധപ്പെട്ട വകുപ്പും നിയമവകുപ്പും ചേർന്നിട്ടാണ് ഒരു ബില്ല് കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഒരു ബില്ലും കേരള ഗവൺമെൻറ്റിന് വേണ്ടി നിയമവകുപ്പ് തയ്യാറാക്കിയിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ചർച്ച ചെയ്തത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് യാതൊരു ബന്ധവുമില്ല. സർക്കാർ അങ്ങനെ ഒരു നിയമവും ഇത് സംബന്ധിച്ച് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അത്തരമൊരു നിയമനിർമ്മാണം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇക്കാര്യം പല സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും ക്രൈസ്തവ സഭാ വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾക്കുള്ള ആശങ്ക ഉണ്ടെന്നാണ് തോന്നുന്നത്. ആ ആശങ്കയ്ക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്ന കാര്യം ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ ആഗ്രഹിക്കുക. കൈവിരിഞ്ഞാൽ താമരയാകുന്ന ഒരു കഴിഞ്ഞ ദിവസം പ്രസ്താവന ഉണ്ടായിരുന്നു. അത് ന്യൂനപക്ഷ വോട്ടുകളെ ലാക്കാക്കിയുള്ള പ്രസ്താവനയാണ് ആക്ഷേപം. കൈ എങ്ങനെയാണ് താമരയാകുന്നത് രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ ഓരോ സംസ്ഥാനത്തുണ്ടായ അനുഭവം എന്താ? ഗോവയിൽ ഇലക്ഷനിൽ കോൺഗ്രസ് ആയിരുന്നില്ലേ ഒറ്റക്കക്ഷി, ഭൂരിപക്ഷം അല്ല, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസ് ആയിരുന്നു. മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിഞ്ഞത് BJP-ക്കാണ്. മണിപ്പൂരിൽ ഏറ്റവും വലിയ കക്ഷി ഇലക്ഷൻ നടന്നപ്പോൾ കോൺഗ്രസ് ആയിരുന്നു, മന്ത്രിസഭ ഉണ്ടാക്കിയത് BJP-യാണ്. അരുണാചൽ പ്രദേശിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ്. അവിടെ 60 അംഗ നിയമസഭയിൽ 42 കോൺഗ്രസ്സുകാരാണ് ജയിച്ചത്. 42 ജയിച്ച 42-ൽ 41 ആളുകളും കോൺഗ്രസ്സായി. കോൺഗ്രസിൽ നിന്ന് BJP-ആയി. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ BJP-ആയി. ഇത് അരുണാചൽ പ്രദേശിൽ നടന്നതാണ്. 42-ൽ 41 BJP. അതാണ് ജയിക്കുന്നത് കൈപ്പത്തിയിൽ, അവിടെ എത്തുമ്പോൾ താമര. ഇത് അനുഭവമാണ്. ഇന്നത്തെ പാർലമെൻറ്റിലുള്ള BJP MP-മാരിൽ 282 ആൾ, അതിൽ 103 ആളുകൾ മുമ്പത്തെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കന്മാരാണ്. ഹൈക്കമാൻഡിലുള്ളവർ വരെയുണ്ട്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്ന ഒരു 10 പേരെങ്കിലും ഇന്ന് BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. SM കൃഷ്ണ, വിജയ് ബഹുമുഖണ, ലളിതാംബിക പാൽ, ഇങ്ങനെ നീളുന്ന പട്ടിക. ഇവരെല്ലാം പഴയ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്നു.
ഈ അനുഭവം ജനങ്ങളോട് പറയുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ തന്നെ കേരളത്തിലെ അനുഭവം കണ്ടില്ലേ? രാമൻ നായർ, കതറുവിട്ട് കിടന്ന രാമൻ നായർ AICC മെമ്പർ, ഇപ്പോൾ ആരാ? BJPയുടെ കേരളത്തിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. KS രാധാകൃഷ്ണൻ, ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷിപ്രകാരം UDF പോലും ചർച്ച ചെയ്യാതെയാണ് അയാളെ PSCയുടെ ചെയർമാനാക്കിയെന്നുള്ള ആക്ഷേപം UDF തന്നെയുണ്ടായി. അദ്ദേഹം കാലടി യൂണിവേഴ്സിറ്റിയുടെ VC ആയി UDFന്റെ കാലത്ത്. അദ്ദേഹം ഇപ്പോൾ RSSന്റെ പ്രചാരകനായി. UDFന്റെ കാലത്ത് വനിതാ കമ്മീഷൻ പ്രമീളാദേവി ഇപ്പോൾ BJPയുടെ നേതാവായി. കേരളത്തിലും ഇത് തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, കൈപ്പത്തി താമരയാകുന്നത് ഇവിടെയും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി. ബാലാക്കോട്ട് അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ താങ്കൾ നേരത്തെ നടത്തിയൊരു പ്രസ്താവന ഇപ്പോൾ RSS വരുന്നത് നിയമ നടപടിക്ക് പോകും, അതൊരു രാജ്യദ്രോഹ പ്രസ്താവനയാണ്. ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ നിന്ന് താങ്കൾ അത് ക്ലാരിഫൈ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഒരു പ്രസ്താവന ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ എവിടെയെങ്കിലും പ്രസംഗത്തിനകത്ത് അങ്ങനെ ഒരു വാചകം ഉണ്ടെങ്കിൽ നിങ്ങൾ ടെലിവിഷൻ ചാനലുകൾ അത് സംപ്രേഷണം ചെയ്യില്ലേ? നെടുങ്കണ്ടത്ത് ഞാൻ നടത്തിയെന്ന് പറയുന്ന പ്രസംഗത്തെ പറ്റിയാണുള്ള ആക്ഷേപം. നെടുങ്കണ്ടത്ത് നടത്തിയ പ്രസംഗം അവിടെ ചില ടെലിവിഷൻ ചാനലുണ്ടായിരുന്നു. അവരത് സംപ്രേഷണം ചെയ്യട്ടെ, അപ്പോൾ മനസ്സിലാകുമല്ലോ എന്താ പ്രസംഗിച്ചത്. ഇങ്ങനെ ഒരു പരാമർശവും ഞാൻ നടത്തിയിട്ടില്ല. അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയെന്ന് എൻ്റെ ഇതായിട്ട് വ്യാഖ്യാനിച്ച് ഒരു പ്രചരണം നടത്തുകയാണ്. ഞാനിവിടെ പ്രസംഗിച്ചത് BJPയുടെ നയങ്ങളെ വിമർശിച്ചു, നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വിമർശിച്ചു. BJPയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി വിമർശിച്ചാൽ രാജ്യദ്രോഹ കുറ്റമാണ്. നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ടുണ്ട്, അത് ഇനിയും വിമർശിക്കും. അത് രാജ്യദ്രോഹമാണെങ്കിൽ ആ രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ പേരിൽ ജയിലിലടക്കട്ടെ. നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ, അമിത്ഷായെ വിമർശിച്ചാൽ രാജ്യദ്രോഹം എന്ന് മുദ്ര കുത്തുകയാണ് BJPക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രസംഗത്തിൽ എന്തെങ്കിലും ഒരു പരാമർശമുണ്ടെങ്കിൽ BJP തന്നെ അത് സംപ്രേഷണം ചെയ്യട്ടെ, ശബ്ദരേഖ പുറത്തു വിടട്ടെ. രാഷ്ട്രീയ നേട്ടത്തിന് BJP ഉപയോഗിക്കുമെന്നുള്ളത് ഇപ്പോഴും താങ്കൾ അതിൽ നിൽക്കുന്നുണ്ടോ? അല്ല, രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നതിന് തെളിവല്ലേ ഇന്നലെ യെദ്യൂരപ്പയുടെ പ്രസ്താവന. ഈ സംഭവത്തോടുകൂടി BJPക്ക് കർണാടകത്തിലെ മുഴുവൻ സീറ്റും കിട്ടും. യെദ്യൂരപ്പ നടത്തിയ പ്രസ്താവന ഈ സംഭവത്തെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി BJP ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞില്ലേ? ഈ സംഭവം BJPയുടെ നേട്ടമല്ല, സൈനികരുടെ കരുത്തും നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്തുമാണ് പ്രകടിപ്പിച്ചത്. അത് BJPയുടെ നേട്ടമായി പ്രചരിപ്പിക്കാനുള്ള RSSന്റെ നീക്കത്തെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. അത് ഞാൻ മാത്രമല്ല, 21 കക്ഷികൾ ഇന്നലെ യോഗം ചേർന്നു ഇതേ വിമർശനം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. BJP നേരത്തെയും ഇവിടെ ഭരിച്ചിരുന്നല്ലോ. BJP ഭരിച്ച കാലത്ത് അന്ന് കുറേ അക്രമ സംഭവങ്ങൾ ഭീകരവാദികൾ നടത്തിയിരുന്നു. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണല്ലോ പാർലമെന്റ് ആക്രമണമുണ്ടായത്. പാർലമെന്റ് നേരെ ആക്രമണമുണ്ടായി. അത് നമ്മുടെ ലോകത്താകെ അത് സംബന്ധിച്ചുള്ള ചർച്ചയായി. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് BJP ഭരിക്കുന്ന കാലത്ത് കാണ്ഡഹാറിൽ വെച്ച് നമ്മുടെ വിമാനം കണ്ഡഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയത്, യാത്രാ വിമാനം. ആ യാത്രാ വിമാനം മോചിപ്പിക്കാൻ അന്ന് ഒരു കേന്ദ്രമന്ത്രിയാണ് BJP ഗവൺമെൻറ് കണ്ഡഹാറിലേക്ക് അയച്ചെന്നുള്ളതല്ല പ്രധാനം. അന്ന് കരാറിൻ്റെ ഭാഗമായി വിമാനം കിട്ടാൻ ഒരു കൊടും ഭീകരവാദിയെ വിട്ടയച്ചു. ആ വിട്ടയച്ച ഭീകരവാദിയാണ് മൗലാന മസൂദ് അസദ്. ജെയ്ഷെ മുഹമ്മദിന്റെ തലവനാണ് അദ്ദേഹം. അന്ന് ആ കൈമാറൽ ചടങ്ങിൽ മധ്യസ്ഥത വഹിച്ച ആളാണ് ഇന്നത്തെ അജിത് ഡോവൽ, പ്രധാനമന്ത്രിയുടെ രാജ്യരക്ഷാ ഉപദേഷ്ടാവ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. അദ്ദേഹമായിരുന്നു അന്നിന് കാർമ്മികത്വം വഹിച്ചത്. അന്ന് 3 പേരെയാണ് മോചിപ്പിച്ചത്. ഒന്ന് മുഷ്താഖ് അഹമ്മദ് സർദാരി, 2 അഹമ്മദ് ഒമർ സാഹി ഷെയ്ഖ്, 3 മസൂദ് അസർ.
അന്ന് ഭീകരവാദികളെ കൈമാറുന്നതിൻ്റെ ഭാഗമായി മോചനദ്രവ്യവും കൈമാറിയെന്ന് അന്ന് ആരോപണമുണ്ടായതാണ്. അന്ന് കൈമാറിയ ഭീകരൻ മൗലാന മസൂദ് അസറാണ് ഇപ്പോൾ ഈ ഭീകരവാദ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ എന്ന കാര്യം പുറത്തു വന്നിരിക്കുകയാണ്. 40 സൈനികരെ വധിച്ച ചാവേർ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ BJP അന്ന് ജയിലിൽ നിന്ന് പുറത്തുവിട്ട ആളാണ്. അതിനാരാണ് ഉത്തരം പറയുക? അതിൻ്റെ ഭാഗമായി ഇന്ന് രാജ്യം കൊടുക്കേണ്ടി വന്ന വില എന്താണ്? ഈ സംഭവം അതിൻ്റെ ഉത്തരവാദിത്വം BJP കൊഴിഞ്ഞു മാറാൻ സാധിക്കുമോ? അപ്പോൾ സൈന്യത്തിൻ്റെ കൂടെയാണ് രാജ്യം മുഴുവൻ നിൽക്കുന്നത്. സൈനികരുടെ ത്യാഗത്തെ നമ്മുടെ രാജ്യമാകെ ബഹുമാനിക്കുന്നു. എന്നാൽ ഇന്ത്യൻ സൈന്യത്തെ ഏറ്റവും കൂടുതൽ അപഹസിച്ച് സംസാരിച്ചത് RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് അല്ലേ? അദ്ദേഹം ബീഹാറിലെ മുസഫർപൂരിൽ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്ത് ഒരു വർഷം മുമ്പ് നടത്തിയ പ്രസംഗം ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അദ്ദേഹം എന്ന് പറഞ്ഞത് അക്രമത്തിനോ യുദ്ധത്തിനോ തയ്യാറാകാൻ ഇന്ത്യൻ സൈന്യത്തിന് 6-7 മാസമെങ്കിലും വേണം. എന്നാൽ സ്വയം സേവകർക്ക് 3 ദിവസം മതി യുദ്ധത്തിന് തയ്യാറാകാൻ. ഇത് ഇന്ത്യൻ സൈന്യത്തെ അദ്ദേഹം പരിഹസിക്കുകയല്ലേ ചെയ്തത്. ഭരണഘടന അനുവദിക്കുമെങ്കിൽ മുമ്പിൽ നിൽക്കാൻ സംഘപരിവാറുകൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആർമിയിൽ ഒരാളെ പരിശീലിപ്പിച്ചെടുക്കാൻ കൂടുതൽ സമയമെടുക്കും. RSSന് അത്രയും സമയം വേണ്ട ഒരാളെ പരിശീലിപ്പിക്കാൻ. ഇത് മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവനയാണ്. ഒരു വർഷം മുമ്പ് അദ്ദേഹം ചെയ്ത പ്രസ്താവന. സൈന്യത്തെ ഇത്രമാത്രം രാജ്യത്തിൻ്റെ മുമ്പിൽ അപമാനിച്ച ഒരു പ്രസ്താവനയാണ് RSSന്റെ നേതാവ് സർസംഘചാലക് മോഹൻ ഭാഗവതിൻ്റെതായിട്ടത് വന്നത്. ഇത് സൈന്യത്തിന് സഹായകരമാണോ ഇങ്ങനെയൊരു പ്രസ്താവന? ഒരിക്കലും ഇടതുപക്ഷമോ മറ്റേതെങ്കിലും പാർട്ടിക്കാരോ സൈന്യത്തെ വില കുറച്ച് കാണിക്കുന്ന വിധത്തിലുള്ള ഒരു സമീപനവും സ്വീകരിക്കാറില്ല. RSS സൈന്യത്തെ കാണുന്നത് ഈ വിധത്തിലാണ്. സൈന്യത്തെക്കാൾ ശക്തി RSSനാണെന്നുള്ള പ്രചാരവേല ചെയ്യുന്ന സർസംഘചാലകാണ് ഇന്ന് BJP ഗവൺമെൻറ് നയിക്കുന്നത്. സ്വാഭാവികമായും അത് RSSന്റെ സമീപനമാണെന്നുള്ളത് കാര്യം വ്യക്തമാണ്. സൈന്യത്തെ എപ്പോഴും ഉയർത്തിക്കാണിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സൈന്യത്തിന് കരുത്തില്ല, അതിനേക്കാൾ കരുത്ത് RSSനാണെന്ന് പ്രചരിപ്പിച്ചാൽ സൈന്യത്തിൻ്റെ കരുത്തിനെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക. അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണ് RSSകാർ. ആ കാര്യം ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അഭിനന്ദനം മോചിപ്പിക്കപ്പെടുമ്പോൾ അതിന് പാകിസ്ഥാന്റെ ഒരു സൈമൻസ് ഉണ്ടാവുകയെന്നുള്ള ധാരണ CPM-നുണ്ടോ? ചെറിയ തോതിലെങ്കിലും ഇമ്രാൻഖാന്റെ ഒരു സൗമനസ്യമാണ് ഇതിന് കാരണമെന്ന് പാർട്ടി കരുതുന്നുണ്ടോ? മുഴുവനായും കേന്ദ്രത്തിന്റെ ഒരു നേട്ടമായിട്ടാണോ കരുതുന്നത്? ഇന്നലത്തെ സംഭവം ലോകരാഷ്ട്രങ്ങളെല്ലാം ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ലോകസമ്മർദ്ദത്തിൻ്റെ മുമ്പിൽ പാകിസ്ഥാന് വഴങ്ങേണ്ടതായിട്ട് വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ ഇത്തരമൊരു തീരുമാനമെടുത്തത്. അന്താരാഷ്ട്ര സമ്മർദ്ദം ഇത്തരം പ്രശ്നങ്ങളിൽ ആവശ്യമാണ്. അന്താരാഷ്ട്ര സഹായം ഇത്തരം പ്രശ്നങ്ങളിൽ ഇന്ത്യ തേടുകയും വേണം. ഭീകരവാദത്തെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി ലോകമാകെ ഒന്നിച്ചു നിൽക്കണം. അത്തരമൊരു നിലപാട് സ്വീകരിക്കുകയും വേണം. അങ്ങനെ മാത്രമേ ഇവരെ ഒറ്റപ്പെടുത്താൻ കഴിയൂ. മറ്റ് രാഷ്ട്രങ്ങളിലെ തലവന്മാരെ അംഗീകരിച്ചാലും സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രി അംഗീകരിക്കാൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് മടിയാണെന്നാണ് പൊതുവെ പറയുന്നത്. ആണോ? മറ്റ് രാഷ്ട്രങ്ങളിലെ തലവന്മാരെ അംഗീകരിക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിയെ കമ്മ്യൂണിസ്റ്റുകൾ അംഗീകരിക്കുന്നില്ലെന്നാണ് പറയുന്നത്. മറ്റ് രാഷ്ട്രത്തെ തലവന്മാരെ ഞങ്ങൾ ആരെയും അംഗീകരിച്ചിരിക്കും? ഇതൊക്കെ ഞങ്ങളതായിട്ട് നിങ്ങൾ കുറച്ചാൾ പ്രചരിപ്പിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഞങ്ങളെ പാർട്ടിനെ കുറിച്ച് കുറച്ചും കൂടി വിദ്യാഭ്യാസം വേണം. നേരത്തെ കുറച്ച് പഠിച്ചതല്ലേ, ഇനി കുറച്ചും കൂടി പഠിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സുരക്ഷക്കാണ് പ്രാധാന്യം. മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പ്രശ്നത്തിനല്ല ഞങ്ങൾ സുരക്ഷയല്ല ഇപ്പോൾ പ്രശ്നം. ഇന്ത്യയുടെ സുരക്ഷയാണ് പ്രശ്നം. ചൈന എന്ത് നിലപാട് സ്വീകരിക്കുന്നു, അമേരിക്ക എന്ത് നിലപാട് എന്ന് സ്വീകരിക്കുന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ത്യക്കാർ ഒന്നിച്ചു നിൽക്കണം.
ഇന്ത്യയുടെ കൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാ ഇടതുപക്ഷ പാർട്ടികളും ഇന്ത്യയുടെ കൂടെയാണ്, മറ്റേതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ കൂടെയല്ല. ലോകരാഷ്ട്രങ്ങൾ നമ്മൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു നയതന്ത്രത്തിൽ ഒരു മെച്ചമില്ലാക്കാണ്. നയതന്ത്ര ബന്ധത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് വിജയിച്ചു എന്ന് അവകാശപ്പെടണമെങ്കിൽ കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഇതിനെ കഴിയേണ്ടതായിരുന്നു. അത് പരാജയപ്പെടുന്നത് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിന്റെ പോരായ്മ തന്നെയാണ്. ഇപ്പോഴും ആ പ്രശ്നം നിലനിൽക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ബന്ധം പോലും ഇപ്പോൾ മോശമായി. എല്ലാ അയൽ രാജ്യങ്ങളുമായി ഇപ്പോൾ ശത്രുത സ്ഥിതി വന്നു കഴിഞ്ഞു. ഇത് RSSന്റെ നയം വിദേശ രംഗത്ത് നടപ്പാക്കിയതിൻ്റെ ഫലമാണ്. നയതന്ത്ര രംഗത്ത് വന്ന പാളിച്ച ഇതിനകത്ത്. ഇപ്പം ഈ ചാവേർ ആക്രമണത്തിൽ ജമ്മു കാശ്മീരിലെ ഗവർണർ പോലും പറഞ്ഞില്ലേ സുരക്ഷാ പാളിച്ചയുണ്ട്. അത്തരം പ്രശ്നങ്ങൾ ഇപ്പം ഞങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നില്ല. ഇപ്പം അതൊന്നല്ല വിഷയം. ഇപ്പം രാജ്യത്തിൻ്റെ സുരക്ഷയാണ് പ്രശ്നം, സൈന്യത്തിന് കരുത്ത് കൊടുക്കലാണ് പ്രശ്നം. അതിന് കരുത്ത് പകരുന്ന കാര്യം മാത്രമേ ഞങ്ങളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രധാനമന്ത്രി ഇപ്പോൾ ഈ പ്രചരണ പരിപാടിയുടെ മുന്നോട്ട് പോകുന്ന ഇന്നലെ ഒരു തരത്തിലുള്ള ഒരു സർക്കാർ സ്റ്റാൻസ് ചെയ്തത് പ്രധാനമന്ത്രി ഈ പ്രശ്നത്തെ പോലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളൊക്കെ തെളിയിക്കുന്നത് രാജ്യം സുരക്ഷിതമായ കരങ്ങളിലാണെന്നാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവം കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. എന്നാൽ രാജ്യം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കരങ്ങളിലല്ല, ലക്ഷക്കണക്കിന് ഇന്ത്യൻ സൈനികരുടെ കരങ്ങളിലാണ് ഈ രാജ്യം സുരക്ഷിതമായിട്ടുള്ളത് എന്ന വസ്തുത കാണാതെ ഇതെല്ലാം വ്യക്തിപരമായ നേട്ടമായും രാഷ്ട്രീയ നേട്ടമായും അവരുപയോഗിക്കുകയാണ്. അതാണ് യെദ്യൂരപ്പയുടെ പ്രസ്താവനയും തെളിയിക്കുന്നത്. അതവർക്ക് തിരിച്ചടി ഉണ്ടാവും. കാർഗിൽ യുദ്ധം കഴിഞ്ഞപ്പോഴും ഇങ്ങനെ BJP പ്രചരിപ്പിച്ചിരുന്നു. 2004 ഇലക്ഷൻ നേരിട്ടപ്പോൾ ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കാർഗിൽ യുദ്ധത്തിൻ്റെ നേട്ടം പറഞ്ഞ ഇലക്ഷൻ നേരിട്ടത്. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ അത് അംഗീകരിച്ചിട്ടില്ല. അത് തന്നെയായിരിക്കും 2019 സംഭവിക്കുക. ശബരിമല വിഷയവും രാഷ്ട്രീയ കൊലപാതകം എന്ന തെരഞ്ഞെടുപ്പിൽ CPM-ന് വോട്ട് കുറയ്ക്കാൻ അല്ലെങ്കിൽ CPM-ന് വീഴ്ച സംഭവിച്ചെന്നുള്ളത് വോട്ടിന്റെ ശതമാനം കുറയാൻ സാധ്യതയുണ്ട്. ഈ വിഷയങ്ങളൊന്നും ഇലക്ഷനിൽ ഇടതുപക്ഷത്തിൻ്റെ വിജയസാധ്യതയെ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നില്ല. ശബരിമല വിഷയത്തിന് ശേഷമാണല്ലോ ഈ ഫെബ്രുവരി മാസം 14-ന് കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ 30 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആ 30 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം സീറ്റ് ഇടതുപക്ഷത്തിനാണ് കിട്ടിയത്. അതിൽ 50,000-ത്തിലധികം വോട്ടർമാർ വിവിധ ജില്ലകളിലായിട്ട് വോട്ട് രേഖപ്പെടുത്തിയല്ലോ. അതിൽ 45% വോട്ട് ഇടതുപക്ഷത്തിനാണ്, 38% വോട്ട് UDF-നാണ്, 12% വോട്ടാണ് BJP മുന്നണിക്ക് കിട്ടിയത്. ശബരിമല വിഷയമാണെങ്കിൽ 2005-ൽ ഇടതുപക്ഷത്തിന് തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കിട്ടതിനേക്കാൾ 1% വർദ്ധിക്കുകയാണ് ചെയ്തത്. ആ വിഷയങ്ങളൊന്നും ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടൊരു ഘടകമായി കേരളത്തിൽ മാറിയിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ പോലും ഇടതുപക്ഷത്തിന് ഈ ശബരിമല ക്ഷേത്രം നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ് റാന്നി പഞ്ചായത്തിൽ. അവിടെ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ് ചെയ്തത്, വോട്ടും വർദ്ധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പ്രചരണം ഏശിക്കുന്നുണ്ടെങ്കിൽ ശബരിമല ക്ഷേത്രം നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തല്ലേ ഏറ്റവും കൂടുതൽ ഏശേണ്ടിയിരുന്നത്? അങ്ങനെ ഏശിയതായിട്ട് കണ്ടിട്ടില്ല. അത് ശേഷം നടന്നൊരു സംഭവമാണ് കാസർഗോഡുള്ള കൊലപാതകം. കാസർഗോഡ് കൊലപാതകം അത് അപലപനീയമാണ്, അത് തെറ്റാണ്, പ്രതിഷേധാർഹമാണ്, നടക്കാൻ പാടില്ലാത്തൊരു കാര്യമായി. CPI-യും ആ സംഭവത്തെ അതേ നിലയിലാണ് കണ്ടത്. അതുകൊണ്ടാണ് പാർട്ടി പറഞ്ഞത് നിർദാക്ഷിണ്യ നടപടി സ്വീകരിക്കണം. ആരായിരുന്നത് പാർട്ടി ബന്ധപ്പെട്ടവരെ പുറത്താക്കുകയും ചെയ്തു. ഗവൺമെൻറ് കർശനമായ നടപടി സ്വീകരിച്ചു. സർക്കാർ ഒരു സന്ദേശമാണ് ഇത് നൽകിയത്. ആ സംഭവം ഇലക്ഷനിൽ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ അക്രമത്തിന് വിധേയമായ പാർട്ടി ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. 700-ൽ പരം കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തത് RSS-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ചെയ്തതാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് വിധേയമായ ഒരു പാർട്ടിയെ ഈ ഒരു സംഭവം വെച്ച് കൊലപാതക പാർട്ടി, അക്രമ പാർട്ടി എന്ന് ചിത്രീകരിച്ചാൽ കഴിഞ്ഞകാല സംഭവങ്ങൾ ഓർക്കുന്ന ആളുകൾ ആ പ്രചരണം വിശ്വസിക്കില്ല.
ഇപ്പോൾ തന്നെ ഈ സംഭവം നടന്നപ്പോൾ കോൺഗ്രസ് എടുത്ത സമീപനം തിരിച്ചടിക്കുമെന്നാണ് അവർ പ്രസ്താവന ചെയ്തത്. അതിൻ്റെ ഭാഗമായി ആ പ്രദേശത്ത് വലിയ ആക്രമണമുണ്ടായി. വീടുകളും കടകളും നശിപ്പിച്ചു, പാർട്ടി സഖാക്കളെ ആക്രമിച്ചു, 6 പേർക്ക് പരിക്കേറ്റു, 5 കോടി രൂപയുടെ നഷ്ടമുണ്ടായി ആ പ്രദേശത്ത്. ഈ സംഭവത്തെ കോൺഗ്രസ് അപലപിച്ചിട്ടില്ല. ഇടതുപക്ഷം സ്വീകരിച്ച സമീപനമല്ല കോൺഗ്രസ് ഈ പ്രശ്നത്തിൽ സ്വീകരിക്കുന്നത്. അക്രമം നടന്നോട്ടെ എന്നാണ്. കൊല്ലത്ത് CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൊല്ലത്ത് പവിത്രേശ്വരത്ത് ദേവദത്തനെ കോൺഗ്രസ്സുകാർ ഡിസംബർ 29-നാണ് വെട്ടിക്കൊന്നത്. തിരിച്ച് ഇടതുപക്ഷ അല്ലെങ്കിൽ CPM യാതൊരു എതിർ സംഭവവും നടത്തിയിട്ടില്ല. ആ പ്രദേശത്ത് ഒരു വീടും ആക്രമിച്ചിട്ടില്ല. ഞാൻ തന്നെ ആ പ്രദേശത്ത് പോവുകയും സമാധാനം സ്ഥാപിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. കേരളത്തിൽ അക്രമങ്ങൾ പലപ്പോഴും നടന്നിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഇത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ താല്പര്യം. അതിനുവേണ്ടി മുൻകൈ എടുക്കാൻ ഗവൺമെൻറ് സന്നദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിലെല്ലാവരും സഹകരിച്ച് രാഷ്ട്രീയ രംഗത്ത് പൂർണ്ണമായും അക്രമമില്ലാത്തൊരവസ്ഥയുണ്ടാക്കാൻ ശ്രമിക്കണം. അതിൽ ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് മാറാൻ സന്നദ്ധമാണ്. എല്ലാ പാർട്ടികളും ആ നിലപാട് സ്വീകരിക്കുന്ന സ്ഥിതി വന്നാൽ ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഇത് ഒരവസാനത്തെ സംഭവമായിട്ട് മാറ്റുക എന്നതായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം. പിന്നെ ഇലക്ഷനിൽ ഇത് പ്രചരണമായിട്ട് ഒക്കെ വരുമ്പോൾ അതിന് മറുപടി ഞങ്ങൾ പറഞ്ഞുകൊള്ളാം. അത് ആ സമയത്ത് ജനങ്ങളെ ആരാണ് അക്രമകാരികൾ എന്ന കാര്യങ്ങളൊക്കെ പറയാൻ ആവശ്യമായത്ര വിഭവങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങൾക്കെതിരെ അക്രമത്തിൻ്റെ പേരിൽ അവർ ഒരു വിരൽ ചൂണ്ടുമ്പോൾ അവർക്കെതിരെ 4 വിരലുകൾ ചൂണ്ടപ്പെടും എന്ന വസ്തുത ഈ പ്രചാരവേല ചെയ്യുന്നവർ ഓർക്കും നല്ലതാണ്. ഇലക്ഷൻ എടുക്കുന്നവരും നിലപാടായിരുന്നുണ്ട്. ഇപ്പോൾ ജനുവരി 1-ാം തീയതി കണ്ട ശുഷ്കാന്തി പിന്നീട് കാണുന്നില്ല. സ്ത്രീകൾ വരുമ്പോൾ തിരിച്ചയക്കുന്നു, അങ്ങനെ പല റിപ്പോർട്ടും വരുന്നു. ശബരിമല ഇപ്പം നട അടച്ചിരിക്കില്ല. അടച്ച നട എങ്ങനെയാണ് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? കഴിഞ്ഞ മാസം പറഞ്ഞപ്പോഴും സ്ത്രീകൾ വന്നപ്പോൾ പിന്നെ പറഞ്ഞു വെച്ചത് അല്ല, അത് അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കിയിട്ടാണ് തീരുമാനിക്കുക. അതിൽ നിന്ന് വ്യക്തമല്ലേ ഇത് തീരുമാനമെടുത്തത് ഇടതുപക്ഷ ഗവൺമെൻറ് അല്ല. ഇടതുപക്ഷ ഗവൺമെൻറ് അവിടെ സ്ത്രീകളെ കൊണ്ടുപോകാനുള്ള തീരുമാനമില്ല. ഇടതുപക്ഷ മുന്നണിക്കുമില്ല. ഇഷ്ടമുള്ള സ്ത്രീകൾക്ക് പോകാം. തീരുമാനമെടുത്തത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെയും മത്സരിക്കുന്നുമില്ല. പിന്നെ നമുക്ക് സുപ്രീം കോടതിയോട് എന്ത് പ്രതിഷേധം പ്രകടിപ്പിക്കാനാണ്? അത് സുപ്രീം കോടതിയിൽ തന്നെ അത് സംബന്ധിച്ച് നിയമപരമായിട്ട് പോരാടുക. കോടതി വിധി എല്ലാവർക്കും ബാധകമായതാണ്. മറ്റൊരു വിധി വരുന്നത് വരെ ഇത് രാജ്യത്തിൻ്റെ നിയമമാണ്. കേരള സംരക്ഷണ യാത്ര നാളെ അവസാനിക്കുകയാണ്. സീറ്റ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഉടനെ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കും. ഇടതുപക്ഷ മുന്നണിയിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്താൽ ഒറ്റ ദിവസം കൊണ്ട് തീരുമാനമാകും. 24-ാം തീയതി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിപ്പോൾ എത്രയായി? 1-ാം തീയതിയായി. ആദ്യം 20 പറഞ്ഞു, പിന്നെ 24 പറഞ്ഞു. ഇതുവരെ അവരെ മുന്നണിയിൽ സീറ്റ് വിഭജനം പോലും തീരുമാനമായിട്ടില്ല. ഞങ്ങൾ ആദ്യം പറഞ്ഞ എന്താ? ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പോഴും ഞങ്ങൾ അതാണ് പറയുന്നത്. അല്ല, അത് ചർച്ച ചെയ്താലേ പറയാൻ സാധിക്കും. ചർച്ച തുടങ്ങുന്നതിന് മുമ്പേ എങ്ങനെയാണ് തീരുമാനത്തെ പിന്നെ ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടോ? CPM-ന്റെ തീരുമാനം ഇപ്പോഴേ പത്രസമ്മേളനത്തെ പ്രഖ്യാപിച്ചാൽ പിന്നെ ഇവരാരെങ്കിലും എൻ്റെ കൂടെ ഇരിക്കുക? നിങ്ങൾ ഈ ജാഥ വിളിക്കേണ്ട പരിപാടിയാണ്. അതൊക്കെ നിങ്ങൾക്ക് എന്തും വ്യാഖ്യാനിക്കാമല്ലോ. എറണാകുളത്തടക്കം ഇടതുമുന്നണി ഇത്ര സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഉണ്ടോ? എറണാകുളം ഉൾപ്പെടെ എല്ലാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളാകാൻ ഇഷ്ടം പോലെ ആളുകൾ ഇപ്പം എന്നെ തന്നെ സമീപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അപേക്ഷ കിട്ടുന്നൊരു സ്ഥലം എറണാകുളമാണ്. അതുകൊണ്ട് ഇത്തവണ കൂടുതൽ ഡിമാൻഡ് എറണാകുളത്തിനുണ്ട്. അതൊക്കെ ഏത് പാർട്ടിക്കാണെന്നെ തീരുമാനിക്കാതെ ഞാനെന്താണ് പറയുക? നിങ്ങൾ തീരുമാനം നിങ്ങൾ തന്നെ ഇപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടി ഓരോ ചോദ്യം ചോദിക്കുകയല്ലേ? സ്വതന്ത്രമാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചാൽ അവരോട് വ്യക്തമായില്ലേ ആ സീറ്റ് ഏത് പാർട്ടിക്കാണ്? എറണാകുളത്തെ സീറ്റ് വെച്ച് മാറുമോ? അതൊക്കെ ചർച്ച ചെയ്താലല്ലേ മനസ്സിലാവും.
ചർച്ച ചെയ്യുമ്പോഴാണ് ഏത് പാർട്ടിക്കാണ് സീറ്റ് തീരുമാനിക്കപ്പെടുന്നത്. അത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോഴേ അത് പരിഗണിക്കപ്പെടും. നിലവിലുള്ള എംപിമാരെ ആരെയൊക്കെ നിർത്തണം എന്നുള്ളതൊക്കെ ആ ഘട്ടത്തിലാണ് തീരുമാനിക്കപ്പെടുന്നത്. ഇന്നസെന്റ് മത്സരിച്ച് സ്വതന്ത്രനായിട്ടാണ്. അതുകൊണ്ട് ഇലക്ഷന്റെ സ്ഥാനാർത്ഥികളെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ തീരുമാനിക്കേണ്ട വിഷയങ്ങൾ മാത്രമാണ്. ഇപ്പോൾ സംബന്ധിച്ചൊരു തീരുമാനം ഒരു മണ്ഡലത്തെ കുറിച്ചും എടുത്തില്ല. അല്ല, അത് ഒരു ചർച്ച ചെയ്യാത്തൊരു കാര്യം എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ആദ്യം അത് സംബന്ധിച്ച് ചർച്ച ചെയ്യട്ടെ. ഓരോ മണ്ഡലത്തിൽ ആരൊക്കെ മത്സരിക്കണം, ഏത് പാർട്ടിക്കാണ് സീറ്റ്, അതിൻ്റെ ഭാഗമായിട്ട് ഓരോ മണ്ഡലത്തിൽ ചർച്ച ചെയ്യുമ്പോഴും ചാലക്കുടി മണ്ഡലത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് തീരുമാനിക്കും. നമുക്ക് ഇത്ര കൊണ്ട് നിർത്താം. ശരി. കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എറണാകുളത്ത് തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.